പ്രൈസ് ലോർഡ്. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 24. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഇന്നത്തെ രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതാണ്. എന്നാൽ കർത്താവ് അത് പറഞ്ഞതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കുമ്പോൾ നാം ചിന്തിക്കും, ഇത് നമ്മളെക്കുറിച്ചല്ല പറയുന്നത്, സമ്പത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. സമ്പത്തില്ലാത്തവരാരും നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് പലവിധമായ സമ്പത്തുകളുണ്ട്. പണം മാത്രമല്ല നമ്മുടെ സമ്പത്ത്. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് പറയുന്നു, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, those who trust in the Lord, how hard it is for them who trust in the riches to get into the kingdom of God. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിൽ ആശ്രയിച്ചിരിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമാണ്. സഹോദരങ്ങളെ, ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് അത്ര വലിയ പ്രയാസമൊന്നുമില്ലെന്നാണ് അനേകർ ധരിച്ചു വെച്ചിരിക്കുന്നത്, അനേകർ പ്രസംഗിക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ക്ലോസ്ലി വാച്ച് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ബിലീവേഴ്സ്. വിശ്വാസികളുടെ ജീവിത രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, താൻ ഇരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത് എത്ര പ്രയാസമാണെന്ന്. ഹൗ ഹാർഡ്. നമ്മൾ പറയുക, ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു പാസ് ദാറ്റ് എക്സാമിനേഷൻ. ചില കോഴ്സുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുക, എത്ര പ്രയാസം ആ കോഴ്സ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ കോഴ്സ് പാസ്സാകാൻ പറ്റത്തില്ല. ആ പരീക്ഷ പാസ്സാകണമെങ്കിൽ വളരെ അധ്വാനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവജനമേ, ഇന്നത്തെ രാത്രി വളരെ പ്രാർത്ഥനയോടെ, ഏകാഗ്ര ചിന്തയോടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ ചെറുപ്പക്കാരനും ധനവാനുമായിരുന്ന ഒരു യുവാവ് കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുകയാണ്. The Lord didn't go after him, but here's a man, a young man, a young rich man came and he knelt before the Lord. കർത്താവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. എത്ര ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കാമെങ്കിൽ എത്ര ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് നോക്കണം. ചെറുപ്പക്കാരൻ, മേ ബി ഹിസ് ഏർലി 20s, 20കളുടെ ആദ്യ ഭാഗമായിരിക്കാം. കർത്താവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിട്ട് പറയുന്നു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എത്ര ശ്രേഷ്ഠകരമായ ഒരു ആഗ്രഹമാണ് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ടീനേജേഴ്സോ അല്ലെ ഒരു 10-25 വയസ്സുള്ള ഒരാളെ ഒരു ദിവസം ചർച്ചിനകത്തോട്ട് കയറി വന്നിട്ട് നമ്മളോട് ചോദിക്കുക, സഹോദര, ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഡു യു തിങ്ക് ഇറ്റ്സ് എ സ്മോൾ തിങ്? ഒരു ചെറിയ കാര്യമാണെന്ന് സഹോദര തോന്നുന്നുണ്ടോ നമുക്ക്? എത്ര വലിയൊരു കാര്യമാണ്. അതും ധനവാനായ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ. അതിനേക്കാൾ അത്ഭുതം എന്തെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളൊക്കെ ആചരിച്ചേ പറ്റൂ. ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കണം. നീ സ്വർഗരാജ്യത്തിൽ നിത്യജീവനെ അവകാശമാക്കണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കണം. അപ്പോഴേ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഗുരു, ഞാനിത് ചെറുപ്പം മുതൽ തന്നെ ആചരിക്കുന്നയാളാണ്. I have been observing the law since I was a child. I have been observing the Lord ever since my, childhood. എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ, കൊല ചെയ്യരുത്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുക, കർത്താവേ,
ഐ ഹാവ് ബിൻ ഒബ്സർവിംഗ് ദിസ് ലോ. ഞാൻ ഈ കൽപ്പനകളൊക്കെ ചെറുപ്പം മുതൽ തന്നെ ആചരിക്കുന്നയാളാണ്. സോ ഐ വാസ് വെരി കീൻ ഓൺ ഒബ്സർവിംഗ് ദ ലോ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കുന്നതിൽ ഞാൻ വളരെ ശുഷ്കാന്തി ഉള്ളവനാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിച്ചേ. ഹി വാസ് ഫാർ ആൻഡ് ഹൈ അബവ് ഓൾ ഓഫ് us. ഇവിടെ കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെക്കാൾ എല്ലാം എത്രയോ ഉന്നതിയിലായിരുന്നു ആ ചെറുപ്പക്കാരൻ ചിന്തിക്കണം. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് മറന്നു പോകരുത്. ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ഗെറ്റ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. നമ്മൾ പലരും കരുതുന്നത് പോലെ ഈസി അല്ല സ്വർഗരാജ്യത്തിൽ കർത്താവിനോട് വസിക്കുക എന്നുള്ളത് എന്നാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ എന്തുകൊണ്ടും യോഗ്യനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, പണമുണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ലോകത്തിന്റെ സകല മഹിമകളും ഉണ്ടായിട്ടും ചെറുപ്പം മുതൽ തന്നെ കർത്താവിന്റെ കൽപ്പനകളെ വള്ളി പുള്ളി വിടാതെ ആചരിച്ചു വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ യഥാർത്ഥ സുവിശേഷം കേട്ടപ്പോൾ ദുഃഖിതനായി പോകേണ്ടി വന്നു. ആരുടെ അടുത്ത് നിന്ന്? സാക്ഷാൽ ദൈവപുത്രന്റെ അടുത്ത് നിന്ന്. കർത്താവിനെ മുഖാമുഖം കണ്ടിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠകരമായ വിളിയെ മറന്ന് ദുഃഖത്തോടെ പോകേണ്ടി വന്നു. എന്താ കർത്താവ് പറഞ്ഞെന്നറിയാമോ? നിനക്കുള്ളത് ഒരു കുറവ്. അവിടെ പറയുന്ന വാക്യം നോക്കിയേ. ഞാൻ എല്ലാ കൽപ്പനകളും ആചരിക്കുന്നു നാം പറഞ്ഞപ്പോൾ കർത്താവ് അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. കർത്താവിന്റെ നോട്ടം വരുന്നത് നമ്മുടെ മുഖത്ത് മാത്രമല്ല കേട്ടോ. കർത്താവ് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ നോട്ടം ഇറങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാ പോകുന്നത് കേട്ടോ. കർത്താവിന് മാത്രമേ അങ്ങനെ നോക്കാൻ പറ്റൂ. കർത്താവ് പത്രോസിനെ ഒരിക്കൽ നോക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ ഒറ്റ നോട്ടമാണ് പത്രോസിന്റെ ഹൃദയത്തെ മാറ്റിയത്. പ്രൈസ് ഗോഡ്. നാം ഓരോരുത്തരും ആരാധിക്കുവാൻ നിൽക്കുമ്പോൾ, ദൈവസഭയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുകയാ. കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ വായിലൂടെ വരുന്ന പാട്ടല്ല, നമ്മുടെ ചെറിയ അനങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്, എത്ര ഉച്ചത്തിൽ കൈയടിക്കുന്നു എന്നുള്ള കൈയുടെ ശബ്ദമല്ല നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് അവിടുത്തെ കണ്ണുകൾ വരുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, മോനെ ഒരു കുറവ് നിനക്കുണ്ട്. ഇതാ കർത്താവ് നമ്മളോട് വചനത്തിൽ സംസാരിക്കുന്നത് എപ്പോഴും. പാട്ടുപാടുന്ന മകനെ മകളെ, കൈയടിക്കുന്ന മോനെ മോളെ, ആരാധിക്കുന്ന മോനെ മോളെ, ഒരു കുറവ് നിനക്കുണ്ട്. ആ കുറവ് നീ കേൾക്കേണ്ടത്. പലപ്പോഴും സഹോദരങ്ങളെ, ആ കുറവ് കേൾക്കുമ്പോഴാണ് നമ്മൾ ദുഃഖത്തോട് എണീറ്റ് പോകുന്നത്. കാരണം നമുക്ക് മനസ്സില്ല കർത്താവിന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, ആ കുറവിനെ ഒന്ന് മാറ്റാൻ. കർത്താവ് അവനിൽ കണ്ട കുറവെന്താണെന്നറിയാമോ? അവന് സമ്പത്തിനോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ആരായിരുന്നു. ഒത്തിരി അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. സമ്പത്തിനോട് വലിയ ബന്ധമായിരുന്നു അവന്. കാരണം എന്തെന്നറിയാമോ? അവൻ ചിന്തിച്ചിരുന്നത് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് പോലെ. എന്താണെന്നറിയാമോ? ലോകത്തിലുള്ളതും സന്തോഷത്തോടെ അനുഭവിക്കാം, അതേസമയം കർത്താവിനെ ആരാധിച്ചാൽ മതിയല്ലോ, അവിടുത്തെ കൽപ്പനകളൊക്കെ ആചരിച്ചാൽ പോരെയോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേര് ദൈവസഭയുടെ മധ്യത്തിലുണ്ട്. ദൈവമല്ലേ അനുഗ്രഹങ്ങളെല്ലാം തന്നത്? അപ്പൊ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് വല്ല തെറ്റുമുണ്ടോ? സഹോദര സഹോദരി, ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു ടെസ്റ്റ് വരുന്നു. എന്താണെന്നറിയാമോ? കർത്താവ് തന്ന ഈ അനുഗ്രഹങ്ങളെ തിരിച്ചു ചോദിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ സ്തോത്രം ചെയ്തതുപോലെ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കുന്ന സമയത്ത് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുമോ? കഴിയത്തില്ലെങ്കിൽ അവിടെയാണ് വെളിപ്പെടുന്നത് നമ്മളെ അനുഗ്രഹിച്ചവനേക്കാൾ അധികം അനുഗ്രഹത്തെ സ്നേഹിച്ചിരുന്നുവെന്ന്. പ്രൈസ് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കും, പല നന്മകൾ നമുക്ക് തരും. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു നന്മ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറയുകയോ അല്ലെങ്കിൽ കർത്താവ് അത് തിരിച്ചെടുക്കുകയോ ചെയ്താൽ നമ്മുടെ പ്രതികരണം എന്താണ്? അതാണ് ഈ തന്ന കർത്താവിനെയാണോ നമ്മൾ സ്നേഹിച്ചത്, അതോ കർത്താവ് നമുക്ക് തന്നതിനെയാണോ നമ്മൾ സ്നേഹിച്ചത് എന്നുള്ളതിന്റെ തെളിവ്. ഇവിടെ ഈ സഹോദരൻ എന്താ പറ്റിയെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിറ്റ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിലുള്ള നിക്ഷേപത്തെക്കാൾ കൂടുതൽ ഈ ചെറുപ്പക്കാരൻ സന്തോഷിച്ചത്, ആഗ്രഹിച്ചത് ഭൂമിയിലുള്ള നിക്ഷേപമാണ്. കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള നിക്ഷേപം വിടാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഈ ഭൂമിയിലുള്ള നിക്ഷേപത്തെ, ഹല്ലേലൂയ, നിക്ഷേപവുമായിട്ടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഒന്നിനെ കളയാതെ ഒന്നിനെ നിനക്ക് നേടാൻ പറ്റത്തില്ല. ഭൂമിയിലുള്ളതിനെ വിടാതെ
നീ ഇതുവരെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നതിനെ വിടാതെ നിനക്ക് മറ്റൊന്നിനെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ കഴിയത്തില്ല. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട കോളിങ്ങ! ഇതേ വാക്കുകളാണ് പത്രോസിനോട് പറഞ്ഞത്, ഇതേ വാക്കുകളാണ് യാക്കോബിനോടും യോഹന്നാനോടും ഒക്കെ പറഞ്ഞത്, ഇതേ വാക്കുകളാണ് ശേഷം അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ. പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് വലയും പടകും വിട്ട് അനുഗമിച്ചു, അല്ലേ? അന്ത്രയോസ് അനുഗമിച്ചു. യാക്കോബും യോഹന്നാനും അപ്പനോട് കൂടെ വലയിലിരുന്നപ്പോൾ വചനം എഴുതിയിരിക്കുന്നു, കർത്താവ് പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവര് പടകും വലയും മാത്രമല്ല അപ്പനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു, അല്ലെ? ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ വിളിച്ചപ്പോൾ അവൻ തന്റെ എല്ലാം, മേശയും കസേരയും തന്റെ ടേബിളും തന്റെ ഫയലുകളും എല്ലാം വിട്ടിട്ട്, ചുങ്കം വിട്ടിട്ട് അവൻ കർത്താവിനെ അനുഗമിച്ചു. അതിന്റെ അർത്ഥം, കർത്താവ് ഒരാളെ വിളിച്ചാൽ കർത്താവ് എന്തൊക്കെ ഉപേക്ഷിക്കുവാൻ പറയുന്നു അതൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. എക്സാക്ട്ലി ചിന്തിക്കണമേ സഹോദരങ്ങളെ. പത്രോസിനെ വിളിച്ച വിളി, യാക്കോബിനെ വിളിച്ച വിളി, യോഹന്നാനെ വിളിച്ച വിളി, മറ്റ് അപ്പോസ്തലന്മാരെ വിളിച്ച വിളി തന്നെയാണ് ഈ ചെറുപ്പക്കാരനെയും വിളിച്ചത്. ഹി വാസ് കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ. ഒരു അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവനായിരുന്നു അവൻ. എന്നാൽ അവൻ ഒത്തിരി സ്നേഹിച്ചു പോയി സ്വത്തിനെ, തനിക്കുള്ളതിനെ ഒത്തിരി സ്നേഹിച്ചു പോയി. തന്റെ സമ്പത്തിനെ മാത്രമല്ല അവൻ സ്നേഹിച്ചത്, തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സകലത്തെയും, തനിക്കുള്ള അധികാരത്തെ അവൻ സ്നേഹിച്ചു, തന്റെ പേരിനെയും പെരുമയും അവൻ സ്നേഹിച്ചു. കാരണം ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഈ കർത്താവിന്റെ പുറകെ പോയാൽ, ഈ തച്ചന്റെ മകനായ യേശുവിന്റെ പിന്നാലെ പോയാൽ, ഒരു ജോലിയും ഇല്ലാത്തവന്റെ പിന്നാലെ പോയാൽ, മഹാപുരോഹിതന്മാരും സദൂക്യരും ഭരണാധികാരികളും ഇഷ്ടപ്പെടാത്ത, അവർക്കെതിരെ നിൽക്കുന്ന, റിബലായിരിക്കുന്ന, ആരും അംഗീകരിക്കാത്ത ഈ നസ്രേത്തുകാരന്റെ പിന്നാലെ പോയാൽ തന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം പോകുമെന്ന് അവൻ അറിയാം. ഇന്ന് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സമൂഹത്തിലെ ഉന്നതി പോകുമെന്നറിയാം, മറ്റുള്ളവരുടെ മുമ്പിൽ താഴേണ്ടി വരുമെന്നറിയാം. അതുമാത്രമാണോ? പത്രോസ് ഒരു മുക്കുവനാണ്, യാക്കോബ്, യോഹന്നാനും അന്ത്രയോസ് ഇവരെല്ലാം മുക്കുവന്മാരാണ്. ഇത്ര ഉന്നതനായ ഞാൻ എങ്ങനെ ഒരു മുക്കുവന്മാരുടെ കൂട്ടുകാരനായി മാറും? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതൊക്കെയാ സമ്പത്തിനകത്ത് വരുന്ന വിഷയം. അവൻ താഴുവാൻ തയ്യാറായില്ല, മറ്റു സഹോദരങ്ങൾക്ക് തുല്യനാകുവാൻ തയ്യാറായില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ കാര്യമാണ് എന്തെന്നറിയാമോ? യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സമ്പത്തുള്ളവർക്കാണ് ഈ വലിയ ടെംപ്റ്റേഷൻ വരുന്നതെന്ന്, ഉള്ളവർക്കാണ് ഈ ടെംപ്റ്റേഷൻ വരുന്നത്. അതാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ! ഉള്ളവർക്കാണ്, സമ്പത്തുള്ളവർക്കാണല്ലോ ഈ ടെംപ്റ്റേഷൻ വരുന്നത്. എത്ര വലിയ സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അടുത്ത വാക്യം പറയുന്നു, നോക്കിക്കോ. ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. ഈ വാക്ക് കേട്ടപ്പോൾ, ഈ സമ്പത്തുള്ളവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. അതെങ്ങനാ കർത്താവേ? അബ്രഹാമിന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നല്ലോ, പക്ഷെ അബ്രഹാം ദൈവത്തിന്റെ സുഹൃത്തായിരുന്നു. ദാവീദിന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നല്ലോ, ഹല്ലേലൂയ, ദാവീദ് ദൈവത്തിന്റെ സുഹൃത്തായിരുന്നു. ഇയ്യോബിന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നല്ലോ, ഇയ്യോബ് നീതിമാനും ദൈവഭക്തനുമാണെന്ന് വചനം പറയുന്നു. അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കർത്താവ് കൊടുക്കുക. സമ്പത്തുള്ളവർ നല്ല കർത്താവ് മീൻ ചെയ്തത് സമ്പത്തിൽ ആശ്രയിക്കുന്നവർ. ആ അടുത്ത വാക്യം നോക്കി. ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ, ഹാവിങ് ദ റിച്ചസ് ആൻഡ് ട്രസ്റ്റിംഗ് ഇൻ ദ റിച്ചസ്, ടു ഡിഫറെന്റ് തിങ്സ്. സമ്പത്തുണ്ടെന്ന് പറയുന്നതും സമ്പത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. സമ്പത്ത് ഒത്തിരി പേർക്കുണ്ടാകും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അബ്രഹാമിന് ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു, പക്ഷേ കർത്താവ് ഏറ്റവും വലിയ സത്തായ മോനെ യാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ യാഗം കഴിച്ചു. അതിന്റെ അർത്ഥം, കർത്താവിന്റെ സന്നിധിയിൽ അവൻ പ്രൂവ് ചെയ്ത്, കർത്താവേ, എനിക്കുള്ള സകലത്തെക്കാളും വലിയവനാണ് അവിടുന്ന്. അപ്പൊ സമ്പത്തുള്ളത് വിഷയമല്ല, കർത്താവ് എപ്പോ ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണ്. ഇത് എന്റെ സ്വന്തമല്ലെന്നുള്ള ബോധ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ചിലരെയൊക്കെ ഈ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വീടൊക്കെ, വലിയ വീടൊക്കെ പണിതിട്ട് അതിനകത്ത് താമസക്കാരൊന്നും ഇല്ലാതെ ആരെയും ഏൽപ്പിക്കും ഇത് നോക്കാൻ വേണ്ടി, അല്ലേ? നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥര് വേള അമേരിക്കയിലോ അതുപോലൊക്കെ എവിടെയെങ്കിലും പോയി ആയിരിക്കാം.
അപ്പോൾ ഏതെങ്കിലും യാചകരൊക്കെ അവിടെ കടന്ന് ഈ വീടിന്റെ മുമ്പിലൊക്കെ വന്ന് കൈ നീട്ടുമ്പോൾ ഈ യാചകർ വിചാരിക്കുന്നത് ഇവര് വീടിന്റെ ഉടമസ്ഥരാന്ന, അല്ലേ? ശരിയല്ലേ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ വേറെ ഒരു നാട്ടുകാരും വേറെ ഏതെങ്കിലും ദേശക്കാരോ ആരെങ്കിലും കൂട്ടുകാരൊക്കെ വന്ന് അവിടെ നോക്കിയാൽ അവരൊക്കെ കരുതുന്നത് ഈ മുറ്റത്ത് നിൽക്കുന്നവര് അല്ലെങ്കിൽ ഈ വീടിനകത്ത് നിൽക്കുന്നത് വീടിന്റെ ഉടമസ്ഥരാന്ന. അപ്പൊ അവര് പറയുക, ഈ വരുന്നവര് പറയുക, അയ്യോ നിങ്ങളുടെ വീട് എത്ര വലുതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, അവിടെ നിൽക്കുന്നവർ ആരെങ്കിലും അഹങ്കരിക്കാറുണ്ടോ? ഓ, ഇവര് ഞങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടോ, ഞങ്ങളുടെ വീട് എത്ര വലുതെന്ന്. അവർ അഹങ്കരിക്കത്തില്ല, അവർ നിഗളിക്കത്തില്ല. കാരണം അവർക്ക് ഡീപ്പ് ഇൻസൈഡ് ദ ഹാർട്ട്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അറിയാം, ഇത് എന്റേതല്ല, എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ, എന്നെ ഉപയോഗിക്കാൻ ഏൽപ്പിച്ചതാ. എന്നെ കേൾക്കുന്ന സഹോദരനെ, ഉള്ളത് കൊണ്ട് ഒരു വിഷയവുമില്ല. നീയും അതുമായിട്ടുള്ള ബന്ധം എന്താണ്? എനിക്ക് വലിയൊരു ഭവനമുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല, ദൈവം അത് തന്നെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. എനിക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് എനിക്ക് തെറ്റൊന്നുമില്ല. അതിൽ നല്ലൊരു ജോലി ഉള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. നല്ല ശമ്പളം ഉള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. എനിക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ, എനിക്ക് ദൈവം ഒരു വാഹനം തന്നെങ്കിൽ അത് ഓടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നീ ഭവനത്തിൽ വസിക്കുമ്പോൾ ഓർക്കുക, ഇത് ടെമ്പറലാണ്, താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഇത് നിന്റെ നിത്യ സ്വത്തൊന്നുമല്ല. നാളെ ഒരുപക്ഷെ ഇത് ഇല്ലാതായേക്കാം. നിന്റെ ആരോഗ്യം കാണുമ്പോൾ ഓർക്കുക, മസിലൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ തൊട്ട് അതിലെ സന്തോഷിക്കുമ്പോൾ ഓർക്കുക, ഈ മസിൽ ഒരുപക്ഷെ നാളെ കണ്ടില്ലെന്നിരിക്കും. വിദ്യാഭ്യാസത്തിന്റെ മഹിമയൊക്കെ കാണുമ്പോൾ ഓർക്കുക, കർത്താവേ, ഇതിനേക്കാൾ എത്രയോ വലിയ വിദ്യാഭ്യാസമുള്ളവർ ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീറ്റില്ല. വാഹനത്തിൽ ഓടുമ്പോൾ ഓർക്കുക, കർത്താവേ, ഞാൻ ഓടിപ്പോകുന്നു, മടങ്ങി വീട്ടിലെത്തുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. ഇതാ സമ്പത്ത് ഉണ്ടെന്ന് പറയുന്നതും സമ്പത്തിൽ ആശ്രയിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് കേട്ടോ. സ്വർഗരാജ്യത്തിൽ കടക്കുന്ന ഇത്ര വലിയ പ്രയാസമാണോ? പ്രൈസ് ഗോഡ്. അതെ, വലിയ പ്രയാസം തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇന്ത്യക്കാരാ അല്ലേ? ഇന്ത്യക്കാരായിരുന്നു നമ്മള് ബ്രിട്ടീഷ് രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ട് ഇവിടുത്തെ പൗരന്മാരാകുന്നതിന് പ്രയാസമൊന്നുമില്ലായിരുന്നോ? മറ്റൊരു രാജ്യത്തിന്റെ പൗരനായി തീരുക എന്നുള്ളതിന് ഒരു പ്രയാസവുമില്ലേ സഹോദരങ്ങളെ? എന്തെല്ലാം വഴികളുണ്ട് ചെയ്യണമായിരുന്നു, എന്തെല്ലാം പ്രോസസ് ഉണ്ടായിരുന്നു, എന്തെല്ലാം കഷ്ടത സഹിക്കണമായിരുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഇല്ലേ? പ്രൈസ് ഗോഡ്. സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണമേ, ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് എ സ്പിരിച്വൽ ഇൻവിസിബിൾ കിങ്ഡം ഓഫ് ഗോഡ്. കാണുവാൻ കഴിയാത്ത ആത്മീയമായ ഒരു രാജ്യമാണ് സ്വർഗരാജ്യം ഇന്ന് നമുക്ക്. ഈ സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്നവർക്കും മാത്രമേ നാളത്തെ ഫിസിക്കൽ കിങ്ഡം ഓഫ് ഗോഡില് അംഗങ്ങളാകുവാൻ കോണം കഴിയൂ. അതാ ഇവിടുത്തെ വ്യത്യാസം. ഇവിടെ ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളാകാത്തവർക്ക്, സ്വർഗരാജ്യം അനുഭവിക്കാത്തവർക്ക്, സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരാകാത്തവർക്ക് ഒരിക്കലും നിത്യതയിൽ ഫിസിക്കലായിരിക്കുന്ന, ഭൗതികമായിരിക്കുന്ന സ്വർഗത്തിന്റെ ഭാഗമാകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നുള്ളത് ഒരു ഫ്യൂച്ചർ ഇവന്റ് അല്ല, ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു സംഭവമല്ല, പിന്നെയോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിലാണോ? ദൈവത്തിന്റെ വചനം, കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സ്വർഗരാജ്യം വന്നിരിക്കുക. സ്വർഗരാജ്യം എന്ന് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ പറഞ്ഞ ഭക്ഷണവും പാനീയവും അല്ല. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന സ്വർഗീയ രാജ്യം, ആത്മീയ രാജ്യമാണ്. ദൈവത്തിന്റെ ഭരണഘടനയ്ക്കനുസരിച്ച് ദൈവത്തിന്റെ മേധാവിത്വത്തിൽ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് ദൈവരാജ്യം. അത് ഈ ഭൂമിയിൽ നമ്മൾ ആ ദൈവരാജ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ മാത്രമേ മരണശേഷം സ്വർഗരാജ്യത്തിൽ, ഫിസിക്കൽ കിങ്ഡത്തിൽ, ഭൗതികമായ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആരും കരുതരുത്, ഈ ലോകത്തിൽ എനിക്ക് ഇഷ്ടമുള്ളതിന്റെ കൂടെ ജീവിക്കാം, മരിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നു. ഇപ്പോൾ തന്നെ നീ സ്വർഗരാജ്യത്തിലാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് സർവശക്തനായ കർത്താവിന്റെ ഭരണത്തിന്റെ കീഴിൽ, അവന്റെ ഭരണഘടനയാകുന്ന ദൈവത്തിന്റെ വചനത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് നീ ജീവിക്കുന്നുവെങ്കിൽ നീ സ്വർഗരാജ്യത്തിലാണ്. ഇപ്പോഴും നാം സ്വർഗത്തിന്റെ പൗരന്മാരാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ്. ഈസ് ഇറ്റ്, ആരെങ്കിലും ഒരാൾ നമ്മളോട് ചോദിക്കും, ഈസ് ഇറ്റ് ഹാർഡ് ഫോർ someone to get into the kingdom of God?
ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത് പ്രയാസമാണോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണെന്ന് തന്നെ പറയണം. കാരണം അത് പ്രയാസമാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? തന്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു തന്നെ അനുഗമിക്കുവാൻ. അവരെല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് കർത്താവ് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? സ്വർഗരാജ്യം എന്താണെന്ന് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കാരണം സ്വർഗരാജ്യം എന്താണെന്ന് ഈ ഭൂമിയിലുള്ളവരെ പഠിപ്പിക്കുവാൻ ഏറ്റവും വലിയ യോഗ്യൻ സ്വർഗരാജ്യത്തിൽ നിന്ന് വന്ന കർത്താവാണ്. കാരണം കർത്താവ് കണ്ടിട്ടാ വന്നത്. നിത്യത മുതൽ സ്വർഗരാജ്യത്തിൽ വസിക്കുന്നവനാണ്, സ്വർഗത്തെ ഭരിക്കുന്ന സാക്ഷാൽ രാജാവാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നത്. അപ്പൊ കർത്താവ് മനുഷ്യരോട് പറയാ, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹം, പക്ഷെ സ്വർഗരാജ്യം ഇങ്ങനെയൊക്കെയാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തുടങ്ങുന്നത് എവിടെയാ? 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രൈസ് ഗാഡ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളൊന്ന് പഠിക്കണം ദൈവമക്കളെ. സ്വർഗരാജ്യത്തിന്റെ സ്വഭാവം എന്തെന്ന്, സ്വർഗരാജ്യത്തിന്റെ ഭരണഘടന എന്തെന്ന്, സ്വർഗരാജ്യത്തിന്റെ രീതി എന്തെന്ന്, സ്വർഗരാജ്യത്തിൽ എങ്ങനെയുള്ളവർക്ക് കടക്കുവാൻ കഴിയുമെന്ന്, സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് പർവ്വത പ്രസംഗം എന്ന് പറയുന്നത്. ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം അവനോട് പറയുക. ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, എന്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ, അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, അങ്ങയുടെ മുമ്പിൽ അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ്റെ കൂടെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അതാണ് ആത്മീയ ദാരിദ്ര്യം. Every day knocking at the door of the Lord, seeking his face. അവന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട്, കർത്താവേ, എനിക്ക് ഒന്നുകൊണ്ടും അങ്ങയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല, അങ്ങയ്ക്ക് പ്രസാദമുള്ളത് തരുവാൻ എന്റെ കയ്യിലില്ല. അത് ആത്മാവിൽ ദാരിദ്ര്യം. പിന്നെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തിനെ ഓർത്ത്? പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർ, നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഓർത്ത് ദുഃഖിക്കുന്നവർ, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അതിലെ സൗമ്യതയുള്ളവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളുടെ മുമ്പിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ സൗമ്യതയോടെ ചോദ്യം ചെയ്യാതെ താണിരിക്കുന്നവർക്കുള്ളതാണ് ഹല്ലേലൂയ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. കരുണ കാണിക്കുന്നവർ, നീതിയെ ഇഷ്ടപ്പെടുന്നവർ. പ്രൈസ് ഗാഡ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു കൂട്ടർ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ അവർ അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാമോ? പീഡനങ്ങളുടെയും പേഴ്സിക്യൂഷന്റെയും മുമ്പിലാണ്. കാരണം എന്തെന്നറിയാമോ? അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ സ്വീകരിക്കുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ അംഗീകരിക്കുവാൻ ഈ ലോകത്തിന് കഴിയുകയില്ല. അവിടെ എതിർപ്പുണ്ടാകും. താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങളെ വിടക്കുന്നുണ്ടും നിങ്ങളെ യൂസ്ലെസ് എന്ന് വിളിക്കും, നിങ്ങളെ അവർ പീഡിപ്പിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? യു ആർ ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിലുള്ള മറ്റുള്ളവരെക്കാൾ നിങ്ങൾ വ്യത്യസ്തരാണ്. പ്രൈസ് ഗോഡ്. ലോകത്തിലുള്ള മറ്റുള്ളവരെക്കാൾ നിങ്ങൾ വ്യത്യസ്തരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് അവിടെ തീരുന്നില്ല. 5-ാം അധ്യായം കഴിഞ്ഞു, 6-ാം അധ്യായത്തിൽ വന്നു. അവിടെ ദൈവിക ഭരണഘടനയെ കുറിച്ച്, നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിലെ അപ്പച്ചനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അതുവരെ ആർക്കും അറിയത്തില്ലായിരുന്നു. പത്രോസിനോ യാക്കോബിനോ യോഹന്നാനോ റെസ്റ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസിനോ മറ്റാർക്കും അറിയത്തില്ല സ്വർഗത്തിൽ ഇങ്ങനൊരു പിതാവുണ്ടെന്ന്. അവർക്കാകെ അറിയാവുന്നത് സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് പഴയ നിയമ ന്യായ പ്രമാണങ്ങൾ മാത്രമേ അറിയൂ. പഴയ നിയമ ന്യായ പ്രമാണത്തിൽ മനുഷ്യനോട് കോപിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. കർക്കശക്കാരനായ ഉപദേശത്തിൽ, കർക്കശക്കാരനായ പ്രമാണങ്ങളിൽ കർക്കശക്കാരനായ ഒരു ദൈവത്തെ കുറിച്ച് കേട്ടിരുന്നവരോട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്ന്. പ്രൈസ് ഗോഡ്. ദൈവം കർത്താവ് അതൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് 7-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഇത്രയും ദൈവരാജ്യത്തെ കുറിച്ച് മുഴുവനും പറഞ്ഞു. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മക്കളായി തീരുന്നവരുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിൽ ആരുടെ അധികാരത്തിന്റെ കീഴിലാണ് ആകേണ്ടതെന്ന് പറഞ്ഞു. എന്തൊക്കെ വിട്ടുകളയണമെന്ന് പറഞ്ഞു. പാപത്തെ വെറുക്കണം. 5-ാം അധ്യായത്തിന്റെ പകുതിക്ക് താഴെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. 6-ാം അധ്യായത്തിൽ പറയും, ലോകത്തിലുള്ളത് ഹല്ലേലൂയ ഈ ആദ്യം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഈ ഭൂമിയിൽ നീ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഇതൊക്കെ നിനക്ക് ചേർക്കപ്പെടും. ഇതെല്ലാം പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിൽ പറയുകയാണ്, നൗ ദിസ് ഈസ് യുവർ ചോയ്സ്. ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ 2 വഴി പറയുക. ഈ പറയുന്ന സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് കടക്കണമോ,
അതോ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കണോ? ഭൂമിയിലെ വിശാലമായ വഴിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമോ? രണ്ട് വാതിലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുക 7-ാം അധ്യായത്തില്. മനസ്സിലാക്കണമേ ദൈവമക്കളെ, പരസ്പര വിരുദ്ധമായിരുന്ന, ഒപ്പോസിംഗ് ആയിരിക്കുന്ന രണ്ട് വാതിലുകളെ കുറിച്ചും രണ്ട് വഴികളെ കുറിച്ചും രണ്ട് കിങ്ഡംസിനെ കുറിച്ചും കർത്താവ് പറയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും യോജിക്കുവാൻ കഴിയാത്ത രണ്ട് വാതിലുകൾ. ഒന്ന് വിശാലമായ വാതില്, മറ്റേത് ഇടുങ്ങിയ വാതില്. വിശാലമായ വാതില് ഓപ്പോസിറ്റ് ആണ് ഇടുങ്ങിയ വാതില്. ഒന്ന്, രണ്ട്, വിശാലമായ വഴി, ഇടുങ്ങിയ വഴി, രണ്ടും ഓപ്പോസിറ്റ് ആണ് സഹോദരങ്ങളെ. Is it not hard for you and I to get into the kingdom of God? സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് നമുക്ക് പ്രയാസമില്ലേ? ഹല്ലേലൂയ. വിശാലമായ വാതിലിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് എങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഇടുങ്ങിയ വഴികളിൽ എത്താൻ പറ്റും? രണ്ടും രണ്ട് വഴിയാണ്, രണ്ടും രണ്ട് രീതികളാണ്, രണ്ടും രണ്ട് കിങ്ഡമാണ്. ഒന്ന് കിങ്ഡം ഓഫ് ദ വേൾഡ്, മറ്റേത് കിങ്ഡം ഓഫ് ഗാഡ്. അവസാനിക്കുന്നത് അവിടെയാ. ഇന്നത്തെ രാത്രികാലം അതിന്റെ പ്രിൻസിപ്പിൾസ് നമ്മളൊന്ന് പഠിക്കാൻ പോകുകയാണ്. ഈ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നത് നമ്മുടെ ബുദ്ധി വികസിപ്പിക്കുവാനല്ല സഹോദരങ്ങളെ, കുറച്ചറിവ് വർദ്ധിപ്പിക്കുവാനല്ല, മറ്റൊരാൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുവാനല്ല. പിന്നെയോ, am I qualified to be a part of this kingdom? ഇന്നത്തെ രാത്രി ഞാൻ എന്നെ ശോധന ചെയ്യുക, നിങ്ങൾ നിങ്ങളെ ശോധന ചെയ്യുക. ഈ ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീർന്നെന്നും പറയുന്ന നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുമോ? പ്രൈസ് ഗോഡ്. നമ്മളെക്കാൾ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിങ്കൽ വളരെ വിഷാദനായി മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിച്ച വചനഭാഗത്തിന്റെ താഴെ നമ്മൾ വായിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ മുമ്പിലും നമ്മളിൽ ചിലരൊക്കെ ചിലപ്പോൾ ദുഃഖിച്ചെന്നിരിക്കാം. ഇന്ന് ലോകത്തിൽ അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ഡിമാൻഡ് ടു ഹൈ ആണെന്ന് നമുക്ക് തോന്നും. മുമ്പേ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമുക്ക് ഇതുകൊണ്ട് അവിടെ എത്താൻ പറ്റത്തില്ല. രണ്ടും രണ്ട് വഴിയാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. സങ്കീർത്തനത്തിൽ 1-ാം സങ്കീർത്തനത്തിൽ തുടങ്ങുമ്പോഴും അവിടെ രണ്ട് വഴിയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? നീതിമാന്റെ വഴിയും ദുഷ്ടന്റെ വഴിയും. സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒന്ന് നീതിമാന്റെ വഴി, രണ്ടാമത് ദുഷ്ടന്റെ വഴി. ഇത് രണ്ടും രണ്ട് വഴികളാണ്. അതിന് അവസാനം പറഞ്ഞു തീർക്കുന്നത് എങ്ങനെയാ? യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നാശകരമാകുന്നു പറഞ്ഞാൽ ഈ 7-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ that broad way ends in destruction. വീതിയുള്ള വഴി, വിശാലമായ വഴി നാശത്തിലാ ചെന്നെത്തുന്നത്, ഡിസ്ട്രക്ഷനിലാ എത്തുന്നത്. എന്നാൽ യഹോവയുടെ വഴി, നീതിമാന്റെ വഴി എന്ന് പറഞ്ഞ യഹോവയിൽ ചെന്നെത്തുകയാണ്. യഹോവ അവന്റെ വഴി അറിയുന്നു. അത് ജീവൻ, ലൈഫ്, ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ദ ലൈഫ്. അത് അവസാനിക്കുന്നത് ജീവനിലേക്കാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ രണ്ട് വഴികൾ എന്ന് പറയുന്നത് ഒപ്പോസിങ് ഈച്ച് അതർ. ഇത് രണ്ട് സിസ്റ്റത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനഭാഗത്തിലേക്ക് ഒന്ന് വന്നേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 മിനിറ്റ് എടുത്ത് 7-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. രണ്ട് വഴികളെ കുറിച്ച് പറയുന്നു, രണ്ട് വാതിലുകളെ കുറിച്ച് പറയുന്നു, രണ്ട് അവസാനത്തെ കുറിച്ച് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, ഇത് രണ്ടും രണ്ട് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഗോഡ്സ് സിസ്റ്റം ഓഫ് ഡിവൈൻ അക്കംപ്ലിഷ് ആൻഡ് മാൻസ് സിസ്റ്റം ഓഫ് അച്ചീവ്മെന്റ്. ഹല്ലേലൂയ. ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് ഇടുക്കമുള്ള വഴിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ ഡിവൈൻ അക്കംപ്ലിഷ്മെന്റ്സിൽ എത്തുവാനായിട്ട് പറ്റും. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് അവൻ പറഞ്ഞിരിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ ഈ ലോകത്തിന്റെ നിന്ദയും പരിഹാസവും ലോകത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ ഞെരുക്കി കഴിയുമ്പോൾ, ആ ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ കർത്താവിനെ മാത്രം നോക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവസാനം നമ്മൾ എത്തുന്നത് എവിടെയാണെന്നറിയാമോ? കർത്താവിന്റെ പദ്ധതി പ്രകാരം പണിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. എന്നാൽ വിശാലമായ വഴികളിലൂടെ ലോകം പറയുന്നതനുസരിച്ച്, ലോകം തരുന്നത് വാങ്ങി, കൂട്ടുകാരെ നോക്കി, നാട്ടുകാരെ നോക്കി, ഈ ലോകത്തിൽ വലിയവരെ നോക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവസാനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? We will come to a place where we enjoy
in the system of a man's achievement. മനുഷ്യൻ നേടിയതില് ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കിയേ, 10, 80, 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ചിലരോട് ഈ ലോകത്തിലുള്ളവരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒത്തിരി നേട്ടങ്ങളുണ്ട്. ഞാൻ അത് കണ്ടുപിടിച്ചു, ഞാൻ ഇത് കണ്ടുപിടിച്ചു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ പറയും അല്ലേ? അവർക്ക് ലോകത്തിൽ പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്നറിയാമോ? അവരുടെ ജീവകാലത്ത് അവരുടെ നേട്ടങ്ങളാണ് അവർ പറയുന്നത്. എന്നാൽ എന്നോടും നിങ്ങളോടും ഒന്ന് ചോദിച്ചേ, 80 വയസ്സ് 85 വയസ്സ് കഴിയുമ്പോൾ സഹോദര സഹോദരി എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും നേടിയില്ല, എന്റെ കർത്താവ് എന്നെ പണിതെടുത്തു, എന്നെ ഇപ്രകാരമാക്കി. ആരെക്കുറിച്ചാ പറയുന്നത്? ഡിവൈൻ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. One is the God, one is the system of divine accomplishment, and other is the man's system of achievements. Hallelujah. One is the religion of grace. One is the religion of grace, and the other is the religion of human works. വിശാലമായ വഴിയിലൂടെ പോകുന്നവൻ തന്റെ പ്രയത്നങ്ങളെ കുറിച്ച് പുകഴുമ്പോൾ, ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവൻ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കും. Praise God. Hallelujah. അടുത്തത്, one is the religion of faith and the other is the religion of works. Praise God. ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവൻ പറയും, എന്റെ ജീവിതത്തിന്റെ ഓരോ പടികളും വിശ്വാസത്തിന്റെ ചവിട്ടുപടികളായിരുന്നു. വിശ്വാസത്താൽ കാണപ്പെടാത്തതിനെ എന്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു പറയുമ്പോൾ, മറ്റേ അവൻ പറയും, വിശാല വഴിയിലൂടെ നടക്കുന്നവൻ പറയും, ഹല്ലേലൂയ, ഇറ്റ്സ് ഓൾ മൈ വർക്ക്സ്. എന്റെ കൈകൾ ഇതൊക്കെ ചെയ്തു, എന്റെ കൈകൾ ഇതൊക്കെ പ്രവർത്തിച്ചു. പ്രൈസ് ഗോഡ്. One is the religion of sincere heart and internal, and the other is the religion of hypocrisy and external. ഒരു വഴി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വഴിയാണ്, ഹൃദയത്തിലെ ഞരക്കത്തിന്റെ വഴി. It is all to do with what is in the heart, internal commitment. ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട വഴി. മറ്റേ വഴി എന്ന് പറയുന്ന ഹിപ്പോക്രസിയുടെ വഴി. ലോകത്തെ പ്രസാദിപ്പിക്കുവാൻ, കൂട്ടുകാരെ പ്രസാദിപ്പിക്കുവാൻ, പുറത്തുള്ളവരെ കാണിക്കുവാൻ ഉള്ള ജീവിതത്തിന്റെ വഴി. അതാ വിശാലതയുടെ വഴി. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് ആ വചനത്തിന് ചില റിയാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ രാത്രി ആ വചനത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലും കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കർത്താവ് സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, സ്വർഗരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പ്രസംഗിച്ചു, സ്വർഗരാജ്യത്തിന്റെ റിക്വയർമെന്റ്സിനെ കുറിച്ച് പഠിപ്പിച്ചു, സ്വർഗരാജ്യത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ്, സ്വർഗരാജ്യത്തിന്റെ അവകാശി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് യോഗ്യതയാകുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി എങ്ങനെയായിരിക്കണമെന്ന് ബിയാറ്റിറ്റ്യൂഡ്സിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം തന്റെ ശിഷ്യന്മാരോടും കൂടെ നിന്ന പുരുഷാരത്തോടും പറയുകയാണ്, ഹിയർ ഈസ് എ ബ്രോഡ് വേ, here is a narrow way. It is up to you to choose which one you want. Hallelujah. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, നിത്യ നരകത്തിലേക്കുള്ള വഴി. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം നമ്മൾ ഈ വഴികളെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എപ്പോഴും ഓർക്കുക സഹോദര സഹോദരി, this one thing in our mind, this one, it is not that easy to get into the kingdom of God. സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. വചനം പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണ് ധനത്തെ സ്നേഹിക്കുന്നവൻ, ലോകത്തെ സ്നേഹിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. You know how highly it is impossible for a camel to get through the needle of an eye? How hard it is. You and I know that it is not hard, it is impossible. It is impossible. അതിന് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ അയ്യയുടെ നീഡിൽ എന്നൊക്കെ പറയുന്നത് പിന്നെ യെരുശലേം ദേവാലയത്തിന്റെ അവിടെയുള്ള ഒരു കോണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെ ഹൈ സ്റ്റുപ്പിഡിറ്റി. ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ദൈവവചനം എഴുതിയിരിക്കുന്ന സിമ്പിൾ ടേംസിലാണ്, സാധാരണക്കാരനായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതിന്റെ പശ്ചാത്തലം തന്നെ. ഹല്ലേലൂയ. ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകത്തിന് കടക്കാൻ പറ്റത്തില്ല. ഒട്ടകം എന്ന് ഇറ്റ്സ് എ ബിഗ് ബീസ്റ്റ്, ഒരു വലിയ മൃഗമാണ്. ആ വലിയ മൃഗത്തിന് ആ വലിയ മൃഗത്തിന് ഒരു സൂചിക്കുഴയിലൂടെ കടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്രമാത്രം ഇമ്പോസിബിൾ ആണ് ഈ ലോകത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി.
ധനത്തിൽ ആശ്രയിക്കുന്ന ധനമുള്ള വ്യക്തി എന്നല്ല അതിന്റെ മീനിങ്. ധനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഈ ലോകത്തെ മുഴുവൻ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി. മത്തായിയുടെ സുവിശേഷം 6:24 പറയുന്നു, നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരുത്തനും കഴിയത്തില്ല. അത് തന്നെ ഇതിന്റെ അർത്ഥം. അത് തന്നെ ഇതിന്റെ അർത്ഥം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരുത്തനും കഴിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ പേഴ്സൺ ടു സെർവ് ടു മാസ്റ്റേഴ്സ് സൈമൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം ലെവൽ. ഒരേ രീതിയിൽ രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. പ്രൈസ് ഗാഡ്. അപ്പൊ ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിലുള്ളതിന്റെ പിന്നാലെ ഓടുന്നുവെങ്കിൽ, ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് വ്യാകുലപ്പെടുന്നെങ്കിൽ, ഈ ലോകത്തിലാണ് നമ്മുടെ ധനമെന്ന് കണ്ട് അതിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ കൂടുതലെങ്കിൽ, ഈ ലോകത്തിൽ എങ്ങനെ നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാം, നല്ലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാം, ഈ ലോകത്തിൽ എത്ര കാലം കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റും, അതിനുള്ള മുഖാന്തരങ്ങൾ, അതിനുള്ള ഉപാധികൾ അന്വേഷിക്കുക. ഈ ലോകം 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 ലോകമാണ് നമ്മുടെ ചിന്തയെങ്കിൽ, കർത്താവ് പറയുന്നു, ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ ഫോർ യു ടു ഗെറ്റ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് ടു ഹാർഡ് ഫോർ യു ടു ഗെറ്റ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ഹല്ലേലൂയ. നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുക ഏറ്റവും പ്രയാസമാണ്. കാരണം ഇതിനെ വിടാതെ, ഇതുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വിടാതെ, കർത്താവേ എനിക്ക് അവിടുന്ന് ഇതൊക്കെ തന്നു, ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു, പക്ഷേ അവിടുന്ന് ഏത് നിമിഷം ഇത് മടക്കി ചോദിക്കുന്നുവോ സന്തോഷത്തോടെ തരുവാൻ ഞാൻ തയ്യാറാണ്. ഇതെന്റെ വകയല്ല, ഇതെന്റേതല്ല, അങ്ങ് തന്ന ദാനമാണ്. ആ പൂർണ്ണ ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് പറ്റൂ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ ഏത് വഴിയിലുള്ളവരാണെന്ന് അറിയാമോ? എവ്രിവൺ ബിഗേൻ ഓൺ എ ബ്രോഡ് വേ. ഈ ലോകത്തിൽ ജനിച്ചു വീണ സകല മനുഷ്യരും, ക്രിസ്തു ഒഴികെ, യേശു ഒഴികെ സകല മനുഷ്യരും യാത്ര ചെയ്തത് വിശാലമായ വാതിൽ വഴിയിലൂടെയായിരുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ വി വേർ. വി ആർ ഓൾ ദി ഡിസെൻഡൻസ് ഓഫ് ആഡം. ആദമിന്റെ സന്തതി പരമ്പരയാണ് നമ്മൾ. നമുക്ക് നമ്മുടെ വഴികളായിരുന്നു. വി ഓൾ ബിഗാൻ ഓൺ ദി ബ്രോഡ് വേ. നമ്മൾ എല്ലാവരും യാത്ര തുടങ്ങിയത് വിശാലമായ വഴിയിലൂടെയും വിശാലമായ വാതിലിലൂടെ കയറി വിശാലമായ വഴിയിലൂടെയാണ്. വി വേർ ബോൺ സ്പിരിച്വലി ഡെഡ്. നമുക്കറിയാം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ നമ്മുടെ പഴയ ജീവിതം എന്തുവായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടവരായിരുന്നു നമ്മൾ. ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു നമ്മൾ. ലോകത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു നമ്മൾ, അല്ലേ? അപ്പൊ നമ്മുടെ യാത്ര ഇതുവഴിയായിരുന്നു, വിശാലമായ വഴികളിലൂടെയായിരുന്നു യാത്ര. We had to make a choice. Something like when we came into the junction and in front of us on the roundabout there are two exits. We had to choose which exit we need to take. ആ രണ്ട് എക്സിറ്റിനും, ഒന്ന് ബ്രോഡ് വേ, the other is narrow way. Naturally speaking, we all prefer to go through the broad way instead of taking all the hardships. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഈ നാരോ വേയിൽ ഇടുങ്ങിയ വഴിയിലൂടെ പോയാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമെന്ന് കരുതി നമ്മൾ എല്ലാവരും വിശാലമായ വാതിലും വഴിയും തിരഞ്ഞെടുക്കുന്നവരായിരുന്നു. നമ്മളെല്ലാം അങ്ങനെയായിരുന്നു. എഫേസ്യ ലേഖനം 2:1 അങ്ങനെ പറയുന്നു. അതുപോലെ റോമാലേഖനം 8:7 പറയുന്നുണ്ട്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവിടെ പറയുന്നു ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത. നമ്മൾ ജഡത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് നോക്കിയാൽ, we were living for ourselves. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിച്ചവരായിരുന്നു നമ്മളല്ലേ? ആ ജീവിതയാത്രയിൽ ആരൊക്കെ വേദനിക്കപ്പെട്ടെന്നോ, ആരെയൊക്കെ വേദനിപ്പിച്ചെന്നോ, ആരെയൊക്കെ ചവിട്ടി താഴ്ത്തിയെന്നോ, ആരുടെയൊക്കെ തോളിൽ കയറി നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ നാം നേടിയിട്ടുണ്ടെന്നോ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ പുറകോട്ട് നോക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മുടെ നോട്ടം മുന്നോട്ടായിരുന്നു, വെട്ടിപ്പിടിക്കുക, അല്ലേ? വചനം പറയുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. കാരണം അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല, കീഴടങ്ങുവാൻ കഴിയുന്നതുമല്ല. പ്രൈസ് ഗോഡ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങിയത്, ജനിച്ച് വീണത് വിശാലമായ വഴിയിലായിരുന്നു. ഇഷ്ടംപോലെ നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. വിശാലമായ വഴികളിലായിരുന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാർ നിന്നുകൊണ്ട് പെന്തിക്കോസ്ത് നാളിൽ പ്രസംഗിക്കുകയാണ്, ജനത്തോട് പ്രസംഗിക്കുകയാണ്. ദൈവകൽപ്പനകൾ അനുസരിച്ച്
ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു മേക്ക് എ ചോയ്സ്. അതാ അതിന്റെ അർത്ഥം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു ഹാവ് ടു മേക്ക് എ ചോയ്സ്, whether to turn away, whether to turn about turn, whether to turn aside your way or not. നിങ്ങളുടെ വഴികളെ തിരിക്കണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അതാ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ. യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഴി വിട്ട് മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. മനസ്സിന്റെ അന്തരം, മനസ്സിന് വന്ന മാറ്റം, യാത്രയ്ക്ക് വന്ന മാറ്റം, ചിന്താഗതികൾക്ക് വന്ന മാറ്റം, ലക്ഷ്യത്തിന് വന്ന മാറ്റം. അതാണ് സഹോദരങ്ങളെ ഹല്ലേലൂയ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ. അപ്പോസ്തലപ്രവൃത്തി 2:38 അതുകൊണ്ടാണ് ആദ്യത്തെ സുവിശേഷ പ്രസംഗമാ കേൾക്കുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടണം. പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ വിട്ട്, നിങ്ങളുടെ സ്വാർത്ഥതകളെ വിട്ട്, ഈ ലോക രാജ്യത്തിന്റെ മെമ്പേഴ്സ് ആണെന്നുള്ള ആ പ്രതിബദ്ധതയെ വിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുതിയ രാജ്യത്തിന്റെ അവകാശികളായി മാറുക. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസിന്റെ കീഴെ വരിക. സ്വർഗീയ പൗരത്വം നിങ്ങൾ ഏറ്റെടുക്കുക. അതാ മാനസാന്തരത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, we don't have to find the broad way. നമ്മൾ ബ്രോഡ് വേ അന്വേഷിച്ച് എങ്ങും നടക്കണ്ട. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നെങ്കിൽ അത് നാരോ വേക്ക് വേണ്ടി ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും ബ്രോഡ് വേയെ കുറിച്ച് പഠിപ്പിക്കേണ്ട. അവർ ഓൾറെഡി ജനിച്ചു വീണിരിക്കുന്ന അതിലാണ്. Now they have to take a choice whether to turn their vehicle into the narrow way. അത് അവരുടെ ചോയ്സാ. ഹല്ലേലൂയ, സ്തോത്രം. Everyone needs to make that choice. My children, listen to me very clearly. You are born to some wonderful parents. It doesn't mean that you don't have to make a choice. നല്ല മാതാപിതാക്കൾക്ക് നിങ്ങൾ ജനിച്ചു. ദൈവഭയമുള്ള ഭക്തരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചു. ക്രിസ്തു വസിക്കുന്ന, യേശു വസിക്കുന്ന ഒരു ഭവനത്തിലാണ് നിങ്ങൾ വളരുന്നത്. It does not make you escape your responsibility to choose between the broad way and the narrow way. ഒരിക്കലും കുഞ്ഞുങ്ങളെ നിങ്ങൾ കരുതരുത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഞാൻ ജനിച്ചു. യേശുവിന്റെ മഹത്വം കണ്ടാണ് ഞാൻ വളർന്നത്. ദൈവസഭയുടെ ഭാഗമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേട്ടാണ് ഞാൻ വളർന്നത്. എന്റെ അപ്പനും അമ്മയും ക്രിസ്തു ഭക്തർ, ദൈവത്തിന്റെ ഭക്തന്മാരായിരുന്നു, ഭക്തയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കരുതരുത്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ചോയ്സ്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ. അത് വ്യക്തിപരമാണ്. It is based on you. You need to make a choice whether you want to walk through the broad way or you want to walk through the narrow way. Hallelujah. മറന്നു പോകരുത്. It is too hard to get into the kingdom of God. My child, believe it. Don't listen to what the people around say to you. They say, no worries. Just call up the name of Jesus and just say that you are a Christian and you can enjoy this world because the Lord has given everything. You will know. That is what I started with. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ യങ് മാൻ ദൈവരാജ്യത്തിൽ എത്തുമായിരുന്നു. കർത്താവിന്റെ അപ്പോസ്തലനാകുമായിരുന്നു. ചെറുപ്പം മുതൽ വചനം കേട്ടു, വചനം അനുസരിക്കുന്നവൻ. അത് മാത്രമല്ല, യേശു അവനെ തേടിയല്ല പോയി, അവൻ യേശുവിനെ തേടി വന്നു. യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. യേശു മിശിഹായാണെന്ന് അറിഞ്ഞു ഗുരു എന്നവനെ വിളിച്ചു. എല്ലാം ചെയ്തു. പക്ഷെ ഒന്നേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, നീ ചിലത് വിടാതെ നിനക്ക് എന്നോടൊപ്പം വരാൻ പറ്റില്ല. കാരണം ഏതെല്ലാം അപ്പോസ്തലന്മാർ അവനെ അനുഗമിച്ചോ അവരെല്ലാം ചിലത് വിട്ടിട്ട് അനുഗമിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വി ആർ നോട്ട് എക്സംപ്റ്റഡ്. നമ്മൾ ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. കർത്താവ് വിടുവാൻ, എന്നോട് എന്തൊക്കെ വിടാനാണ് പറയുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. നിങ്ങളോട് എന്തൊക്കെ വിടാനാണ് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാം. കർത്താവ് എന്ത് വിടാൻ പറയുന്നു അത് വിടാൻ തയ്യാറാവണം. മത്സരിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. Wide pathway is spacious and popular to follow. Wide pathway is spacious and very popular to follow. ഈ വൈഡ് ആയിട്ടിരിക്കുന്ന വിശാലമായ വഴി എന്ന് പറയുന്നത് ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യവും ഉണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. ഒന്നും വിട്ടുകളയേണ്ട കാര്യമില്ലെന്നേ. അതല്ലേ ചില ചർച്ചിലൊക്കെ പറയുന്നത്, ഒന്നും വിട്ടുകളയേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. എന്തിനാ വിട്ടുകളയുന്നത്? ഇതൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലേ, അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? പ്ലസ് സുവിശേഷവും
ഒന്നും വിട്ടുകളയേണ്ട കാര്യമില്ല. അതുപോലെ പോപ്പുലറുമാണ്. ഈ ബ്രോഡ്വേ പോപ്പുലറാണ്. ഈ ലോകത്തിൽ അറിയപ്പെടുന്ന പലരും യാത്ര ചെയ്ത വഴിയാത്. ഹൗ ക്യാൻ ദാറ്റ് ബി റോങ്? അങ്ങനല്ലേ ചിലർ നമ്മളോട് സംസാരിക്കുന്നത്. ഇത്രയും വലിയ PhD ഒക്കെ എടുത്ത ആള് പറയുന്നത് എങ്ങനെയാ തെറ്റാവുന്നത്? സ്തോത്രം. ലോകത്തിൽ അറിയപ്പെട്ട വ്യക്തികൾ നടന്ന വഴി, അറിയപ്പെട്ടവർ ജീവിച്ച വഴി, അതുമാത്രമോ അനേകർ ആ ഞെരുക്കമുള്ള വഴിയിലോട്ടൊന്ന് നോക്കിക്കേ, 3-4 പേര് വല്ലപ്പോഴും ഒക്കെ കയറിപ്പോകുന്നുണ്ട് അല്ലേ? പക്ഷെ ഈ വഴിയിലോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാരാ പോകുന്നത്. അവരുടെ എല്ലാം കൈ ബൈബിളും ഉണ്ട്. അവരെല്ലാവരും ഹല്ലേലൂയ സ്തോത്രവും പറയുന്നുണ്ട്. വലിയ ബാനറുകളും ഉണ്ട്. ഇഷ്ടം പോലെ ആളുകള് പോവുക. അവരുടെ എല്ലാം വായിൽ ക്രിസ്തു യേശുവിനെ കുറിച്ചാ പറയുന്നത്. പക്ഷെ അപ്പുറത്തെ വഴിയിലോട്ട് നോക്കി, എ ഫ്യൂ ഷാൽ ഫൈൻഡ് ഇറ്റ്. യേശുവിന്റെ വചനമാണ്. ചുരുക്കം ചിലർ മാത്രമേ ആ വഴിയെ പോകുന്നുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് ഇംപ്രസീവ്, ഇറ്റ് ഈസ് നോട്ട് പോപ്പുലർ. It is not popular. My children, I want to warn you on this. If you are making your choice based on how many people have already chosen that way, you will be wrong. The road which the Lord is asking you to choose is not that popular, not that spacious. It's very narrow. It is full of hardship. And you won't find your friends there. You won't find the great people of the world there. You don't find many preachers there. You don't find any colorful events there. You don't find any great music there. You will find some few people there, some poor people rejected by the world. You will find hardship there, sufferings there. You will be despised there, humiliated there. Are you willing? To get into the kingdom of God is too difficult. It's very hard. It is the word of Jesus. It is the destruction at the end you are facing if you are choosing the broad way. God has made the earth, the world, on spiritual values. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് സ്പിരിച്വൽ വാല്യൂസിലൂടെ നടക്കാൻ വേണ്ടിയാ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്പിരിച്വൽ വാല്യൂസിലൂടെ നടക്കാൻ വേണ്ടിയാ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് അവന് ദൈവം ആലോചന കൊടുത്തു, അവന് ദൈവം പ്രമാണങ്ങൾ കൊടുത്തു. നീ പ്രമാണങ്ങളിലൂടെ നടക്കണം, നീ അനുസരണക്കേട് കാണിക്കരുത്. But he has implemented his own ways. When man chooses his own ways, he brings in chaos. He brings in depression. He brings in unrest. ദൈവത്തിന്റെ വഴികൾ വിട്ട് മനുഷ്യൻ സ്വന്തം വഴികൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? കൺഫ്യൂഷനാ ഉണ്ടാകുന്നത്, അസമാധാനമാ ഉണ്ടാകുന്നത്, അസന്തോഷമാ ഉണ്ടാകുന്നത്, നിരാശയാ ഉണ്ടാകുന്നത്, ഭാരങ്ങളും പ്രയാസങ്ങളുമാ ഉണ്ടാകുന്നത്, മരണമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തില് 7-ാമത്തെ വാക്യമാണെന്ന് പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത മരണമായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്റെയും നിന്റെയും ബുദ്ധിക്ക് കീഴ്പ്പെട്ട്, നമ്മുടെ ചിന്തകൾക്ക് കീഴ്പ്പെട്ട്, നമ്മുടെ ശരികൾക്ക് കീഴ്പ്പെട്ട് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുന്നത് ആത്മീയ മരണമാണ്, നിരാശയാണ്, അസന്തോഷമാണ്, അസമാധാനമാണ്, അപകർഷതാബോധമാണ്, റിജക്ഷൻസ് ആണ്. എന്നാൽ കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെട്ടു പോകുമ്പോൾ വചനം പറഞ്ഞതുപോലെ ആത്മാവിന്റെ വഴി ജീവനും സമാധാനവുമാണ്. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വസ്ഥത അനുഭവിക്കുന്നവർ കർത്താവിന്റെ ക്രൂശ് എടുത്തവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന കർത്താവിന്റെ ഭക്തകളാണ്. ഏറ്റവും കൂടുതൽ സ്വസ്ഥതകൾ. They are the people of rest. They don't have much physically speaking. അവരുടെ കയ്യിലൊന്നും ഒന്നുമില്ല, ലോകത്തിൻ്റെതൊന്നും അവർക്കൊന്നുമില്ല. അവർ മരിക്കാനും കർത്താവിന് വേണ്ടി തയ്യാറാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, how ironical it is. Though it is so difficult, so hard, not that much pleasing, since the first century, all through these centuries up until now, could you imagine
How many men and women of God has chosen this way deliberately by forsaking every fortunes of this world? ഇത് ഭാരമുള്ള വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ക്രൂശിന്റെ വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ലോകം കല്ലെറിയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ലോകം കഴുത്ത് കണ്ടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, നഗ്നരാക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, തങ്ങളെ തീ കത്തിച്ച് കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വഴികൾ തെരഞ്ഞെടുത്ത എത്രയോ ഭക്തന്മാരും ഭക്തകളും ഈ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നു ദൈവമക്കളെ. What does it show? They understood the way. മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞു, നീ ഇതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ട്. അവർ കാക്ഷിച്ചത് സ്വർഗരാജ്യത്തിലെ നിക്ഷേപമാണ്. They knew, even if we are in this world, it is only for a little while, maybe 80 years or 100 years. After that, I have to leave this world. Hallelujah. എത്ര വയസ്സായിട്ടുള്ള ഒരു റെവലേഷൻ ആണെന്ന് ഓർത്തേ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, my child, what a great revelation that is. To understand one little fact, whether I live 80 years or 100 years, I have to leave this planet one day. I have to leave this planet one day. I cannot be here for 1,000 years. So the Lord is saying, you will have treasures there. If you are choosing to give up what the treasure the world gives you, ഈ ലോകം തരുന്ന സമ്പാദ്യങ്ങൾ, നിക്ഷേപങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ട്. അപ്പൊ you tell me, if you are wise, what will you choose? The treasures which is going to be lasting for billions years, or the temporal treasures that is going to be there for maybe 60 years, not sure, maybe for 5 years, maybe for 2 weeks, we don't know. If you are chosen, what will you choose? If you are wise, what will you choose? That is what those great men and women of God have chosen. അവർ ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്കറിയാം. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ആ റിച്ചി യങ്മാനെ കുറിച്ച് മർക്കോസിന് ശേഷം 10-ാം അധ്യായത്തിൽ വായിച്ചില്ലേ? അയാള് പിന്നെ മാനസാന്തരപ്പെട്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പെട്ടിരുന്നെങ്കിൽ എവിടെങ്കിലും വചനത്തിലുള്ളത് എഴുതി വെച്ചേനുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മനുഷ്യൻ ദുഃഖിതനായി പോയെന്ന് വെച്ചോ, പിറ്റേ ദിവസം ഉണർന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അയാൾ എത്ര കാലം കൂടെ പിന്നെ ജീവിച്ചിരുന്നു, ആ ചെറുപ്പക്കാരൻ എത്ര കാലം കൂടെ ജീവിച്ചിരുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ആ മനുഷ്യൻ സ്വർഗത്തിലെത്തിയെങ്കിൽ ആ മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കും, മൈ ബ്രദർ, ഐ ഹാവ് ഹേർഡ് അബൌട്ട് യു വെൻ ഐ വാസ് ഇൻ ദിസ് വേൾഡ്, ഐ ഹേർഡ് അബൌട്ട് യു ഇൻ ദി സ്ക്രിപ്ചർ. വചനത്തിൽ നിന്നെ കുറിച്ച് കേട്ടായിരുന്നു ഞാന്. അപ്പൊ അവൻ പറയും, ഓ, വാട്ട് എ സ്റ്റുപ്പിഡ് ഐ വാസ് when I was called to be an apostle. I put value on those mortal things in this world. I refused to become an apostle of Christ. 12 സിംഹാസനങ്ങളിൽ വാണരുളുവാൻ, 12 സിംഹാസനങ്ങളെ സ്വർഗരാജ്യത്തിൽ, കർത്താവിന്റെ രാജ്യത്തിൽ 12 സിംഹാസനത്തിൽ ഒന്നിൽ ഇരിക്കേണ്ടുന്നവൻ ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി വേണ്ട കർത്താവേ എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസമില്ലാത്ത, അധികം സ്കൂൾ പോയിട്ടില്ലാത്ത, ലോകപരിചയമില്ലാത്ത ഭക്തന്മാർ നാട്ടിൽ ഇരുന്നു കൊണ്ട് മലയാളത്തിൽ പാടി, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ. ഈ മണ്ണെ പ്രതി, ഈ ലോകത്തിന്റെ മണ്ണെ പ്രതി, ഈ 6 അടി മണ്ണിന് വേണ്ടി സ്വർഗത്തിലെ നിക്ഷേപത്തെ ഞാൻ വിടത്തില്ല. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Narrow way is hard to find. You have to search it for. വിശാലമായ വഴിക്ക് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. We are all there. We were there. Or the whole world is there. My children, your friends are there already. Maybe some of you are there. What you need to find out is, what you need to search is the way to narrow gate. Praise the Lord. When you reach the narrow gate, നമുക്കറിയാം, നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ
എവിടെ പോയാലും അതിന് മുമ്പിൽ ഒരു സൈൻ ബോർഡ് കാണും അല്ലേ? ഒരു സൈൻ ബോർഡ് കാണും അല്ലേ? അതല്ലെങ്കിൽ നമ്മൾ ഈ പാർക്കുകളിലൊക്കെ പോകുമ്പോൾ ദൂരെയൊക്കെയാ പോകുന്നതെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൈൻ പോസ്റ്റ് നോക്കിയാ നമ്മൾ പോകുന്നത് അല്ലേ? ദിസ് വേ എന്ന് അവർ എഴുതി കാണിച്ചേക്കും, ദിസ് വേ ദിസ് വേ ദിസ് വേ എന്ന്. അപ്പൊ ആ സൈൻ പോസ്റ്റ് നോക്കിക്കൊണ്ട് നമ്മൾ പോകും. ഇപ്പോഴല്ലേ GPS ഒക്കെ വന്നത്, പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. സൈൻ പോസ്റ്റ് നോക്കിയാ പോകുന്നേ. അല്ലെങ്കിൽ അതിന് സൈഡ് പോസ്റ്റ് എന്ന് പറയും. ഈ നാരോവയുടെ മുമ്പിൽ ഒരു സൈൻ പോസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതിൽ 2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആദ്യമേ അത് എഴുതി വെച്ചിരിക്കുക. ആ 2 വാക്യങ്ങൾ എന്താണെന്ന് അറിയാമോ? 1 മത്തായിയുടെ സുവിശേഷം 5:3, 2 മത്തായിയുടെ സുവിശേഷം 5:4. 1 ആത്മാവിൽ ദരിദ്രരാകുക, 2 ദുഃഖിക്കുക. എന്തോനെ ഓർത്ത് ദുഃഖിക്കുക? കർത്താവേ എനിക്ക് ജോലിയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയല്ല. കർത്താവേ എനിക്ക് പൈസ ഇല്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയല്ല. കർത്താവേ ഞാൻ പാപിയാണല്ലോ എന്നോർത്ത് ദുഃഖിക്കുക. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞെരുക്കത്തിന്റെ വഴിയിലൂടെ, ഈ ഇടുങ്ങിയ വഴിയിലൂടെ കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് പറയുക, നിനക്ക് ഈ വഴിയിലൂടെ കടക്കണമെങ്കിൽ നീ ആത്മാവിൽ ദരിദ്രനാണെന്നുള്ള സത്യം തിരിച്ചറിയണം, അത് അംഗീകരിക്കണം. എനിക്കെല്ലാം അറിയാമെന്നുള്ള അംഗീകാരമല്ല, കർത്താവിന്റെ മുമ്പിൽ നിൽപ്പാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ വെറും ദരിദ്രനാണ്, എനിക്ക് എടുത്തുകൊണ്ട് ഈ ഗേറ്റിലേക്ക് കടക്കാൻ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. എംപ്റ്റീഡ് ആണെന്ന്. അത് മാത്രമല്ല, ഞാൻ ഈ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ മറ്റൊരു ജീവിതം ദൈവം കൊടുക്കൂ. കർത്താവേ എനിക്കിവിടെ മതി, എനിക്ക് എങ്ങനെങ്കിലും ഈ ഗേറ്റിലൂടെ അകത്തൊന്ന് കയറിയാൽ മതി, അങ്ങനെ പറയുന്നവരെ മാത്രമേ അവൻ ആ ഗേറ്റിൽ കയറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും നിർബന്ധിച്ചാ തള്ളിക്കയറ്റാൻ നോക്കുന്നതല്ലേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷമാണെന്ന് തോന്നുന്നു 6:37 പറയുന്നുണ്ട്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റില്ല. നമ്മൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ ഇറ്റ് ഷുഡൻ ബി ഷുഗർ കോട്ടഡ്. പഞ്ചസാരക്കകത്ത് മുക്കി ഒരിക്കലും നമ്മൾ വചനം പറയരുത്. ഇന്നത്തെ ഇവാഞ്ചലിക്കൽ വെയ്സ്, ഇവാഞ്ചലിക്കൽ പാറ്റേൺ എന്തുവെന്നറിയാമോ? പഞ്ചസാരക്കകത്ത് മുക്കിക്കൊണ്ട്, നമ്മൾ ഉറുമ്പിനെ കൊണ്ടുവരത്തില്ലേ, പഞ്ചസാരക്കകത്ത് മുക്കിക്കൊണ്ട് എന്തായാലും ഒന്ന് താഴെ ഇട്ടാൽ മതി, ഈ ദേശത്ത് എവിടെയൊക്കെ ഉറുമ്പുണ്ടോ മൊത്തം ഉറുമ്പുകളോടെ വരും. പലയിടത്തും ഇവാഞ്ചലിസം ടെക്നിക്ക് അതാ, എങ്ങനെങ്കിലും ഈ ഉറുമ്പിനെ എല്ലാം കൂടി ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു മാനസാന്തരപ്പെട്ടു പോലുമല്ല. ഒരിക്കലുമില്ല, ഒരു ഉറുമ്പും മാനസാന്തരപ്പെടത്തില്ല. കർത്താവിനെ ആര് കണ്ടിരിക്കുന്നുവോ അവർ മാത്രമേ മാനസാന്തരപ്പെടൂ. നാം പറയുന്ന വചനം കോംപ്രമൈസിങ് വേർഡ് ആയിരിക്കരുത്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. ന്യായവിധിയെക്കുറിച്ച് യഥാർത്ഥമായി പ്രസംഗിക്കണം. കർത്താവിന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിന്റെ അതിന്റെ മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണെന്ന് തന്നെ പറയണം. കർത്താവ് സൗഖ്യം തരുമെന്ന് പറയും. കർത്താവ് സൗഖ്യം തരുന്നവനാണ്, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുന്നവനാണ്. പക്ഷേ കർത്താവ് വന്നത് അതിനു വേണ്ടിയല്ല. സൗഖ്യം തരുമെന്നും പറഞ്ഞ് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു, സൗഖ്യം കർത്താവ് കൊടുക്കുമായിരിക്കാം. പിന്നൊരു പനി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരത്തില്ല, ആ വന്നാൾ അതുപോലെ തിരിച്ചു പോകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ കോംപ്രമൈസിങ് ആവരുത് ഒരു കാര്യത്തിലും. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. There are a couple of principles there in narrow gate and narrow way. Narrow way requires believers to leave many precious things. വിലപിടിപ്പുള്ള വിലയേറിയ അനേക കാര്യങ്ങൾ ഒരു വിശ്വാസി നഷ്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഡെലിബറേറ്റ്ലി. അറിഞ്ഞുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെക്കണം. ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് അടുത്ത 5 മിനിറ്റിനുള്ളിൽ വചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുക. നിങ്ങൾ ആ വാക്യങ്ങളെ കുറിച്ച് ധ്യാനിക്കണം സമയം കിട്ടുമ്പോൾ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. എന്താണ് അതിന്റെ ക്യാപ്ഷൻ? ഞാൻ പറഞ്ഞത്, നാരോ വേ റിക്വയർസ് ബിലീവേഴ്സ് ടു ലീവ് മെനി പ്രഷ്യസ് തിങ്സ്. ഇടുങ്ങിയ വാതിലിലൂടെ ജീവന്റെ വഴിയിലേക്ക് ഒരു വിശ്വാസി കടക്കണമെങ്കിൽ, ഒരാൾ കടക്കണമെങ്കിൽ ഏറ്റവും വിലയേറിയ പലതും വേണ്ട എന്ന് വെക്കണം. മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കണം. എനിക്കിത് വേണ്ട എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് അതിൽ നിന്ന് വിടുവിക്കപ്പെടണം. ദൈവവചനം വായിച്ച്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും
സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, കർത്താവ് വിളിക്കുമ്പോൾ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സ്വന്തം ജീവനെയോ സ്വന്തം സ്വത്തിനെയോ വലുതായി കണ്ടുകൊണ്ട് നിന്നാൽ അവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. സകലത്തിനും മുൻപിലായി എന്റെ കർത്താവായിരിക്കണം എന്റെ മുമ്പിൽ. എന്റെ ഭാര്യയേക്കാൾ അധികം ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കണം. എന്റെ മക്കളെക്കാൾ അധികം എന്റെ കർത്താവിനെ സ്നേഹിക്കണം. എന്റെ അപ്പനെയും അമ്മയേക്കാൾ അധികം എന്റെ കർത്താവിനെ സ്നേഹിക്കണം. എന്റെ കർത്താവ് പറയുന്നത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം എനിക്കുള്ളൂ. അതിനകത്ത് അപ്പൻ വേദനിച്ചാലും അമ്മ വേദനിച്ചാലും ഭാര്യ വേദനിച്ചാലും മക്കൾ വേദനിച്ചാലും കൂട്ടുകാർ വേദനിച്ചാലും ഞാൻ ഒറ്റപ്പെട്ടാലും എന്റെ കർത്താവ് വരിക. അതാണ് ഒരു ശിഷ്യനായിരിക്കുവാനുള്ള പ്രഥമ യോഗ്യത. 33-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഈസ് ഇറ്റ് നോട്ട് ഹാർഡ്? ഇത് പ്രയാസമില്ലേ ഈ സഹോദരങ്ങളെ? തനിക്കുള്ളതൊക്കെ വിട്ടുപിരിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വീടും വിട്ട് ഉള്ളതെല്ലാം വിട്ടിട്ട് സന്യാസിയായിട്ട് പോകണമെന്നുള്ളതല്ല അർത്ഥം. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്കൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകണം. സ്വത്തൊക്കെ വെളിയിലായിക്കൊള്ളട്ടെ, ആ സ്വത്ത് ഒരിക്കലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറി ഇരിക്കരുത്. അകം കർത്താവിന് വേണ്ടിയുള്ളതാണ്. നിന്റെ അകത്ത് കയറി ഈ സ്വത്തുകൾ ഇരിക്കരുത്. ഈ ലോകം നിന്റെ അകത്ത് കയറരുത്. ഈ ലോകത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഈ ലോകം നിനക്ക് ഏറ്റവും വിലയേറിയതായി മാറരുത്. നീ ചിന്തിക്കുന്നത് എപ്പോഴും ഈ ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ളതിനെ കുറിച്ചും ആകരുത്. അതാ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 1 യോഹന്നാൻ 2:15 പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രൈസ് ഗോഡ്. അടുത്തത്, നാരോ വേ ഈസ് കോസ്റ്റ്ലി. വിലയുള്ളതാണ്, ഈ വില കൊടുക്കേണ്ടതാണ് ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5:11 പറയുന്നു, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. യോഹന്നാന്റെ സുവിശേഷം 16:2 പറയുന്നു, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് നാഴിക വരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഇന്നതല്ലേ ചെയ്യുന്നത്? ക്രിസ്ത്യാനികളെ കൊന്നാൽ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു അവർക്ക് തോന്നുന്നത്. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത് മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് യാഗം കഴിക്കുന്നു, വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നാഴിക വരുന്നു. ഫിലിപ്പിയ ലേഖനം 1:29 പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. 2 തീമോത്തി 3:12 പറയുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവവും ഉണ്ടാകും. അപ്പൊ ഇടുങ്ങിയ വഴിയിലൂടെ കടന്ന് സ്വർഗരാജ്യത്തിന് അവകാശിയാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി തിങ്. നാം വില കൊടുക്കേണ്ട കാര്യമാണ്. ദൈവജനമേ, സ്വയം നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കാം. Are we ready to get into the kingdom of God? Are we in the kingdom of God? These words are they true in our life, in our lifestyle? Hallelujah. A choice must be made. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. അതിനു മുമ്പ് ചോദിക്കട്ടെ. ആവർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ മോശ പറയുന്നുണ്ട്, യഹോവ നമുക്ക് തന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അതല്ല, യഹോവയുടെ കൽപ്പനകൾക്ക് എതിർത്ത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശാപമാണ്. ആ ദൈവദാസൻ ഓപ്പണായിട്ട് ജനത്തോട് പറയുക, ഇത് അനുഗ്രഹത്തിന്റെ വഴി, ഇത് ശാപത്തിന്റെ വഴി, ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജോഷുവ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നദിക്കക്കരെ നിങ്ങൾ സേവിച്ചിരുന്ന ദേവന്മാരെ നിങ്ങൾക്ക് വേണേ സേവിക്കാം, മിസ്രൈമിൽ നിങ്ങൾ സേവിച്ചിരുന്ന ദേവന്മാരെ നിങ്ങൾക്ക് സേവിക്കാം, എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ ഏലിയാവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും. അങ്ങനെയാ വാക്യം എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 18-ാം അധ്യായം, അവിടെ ഏത് വാക്യമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും. ബാൽ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവിൻ, അതല്ല യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുഗമിക്കുവിൻ. ദീസ് ആർ ദ 2 ways. ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ നാളുകളിൽ അത് പ്രസംഗിക്കണം. ഷുഗർ കോട്ടഡ് ആയിട്ടല്ല, മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചല്ല, സത്യം സത്യമായി തന്നെ പറയണം. കാരണം ഒരുപക്ഷെ നാളെ ഈ സത്യം പറയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ദൈവം തരുന്ന അവസരങ്ങളിൽ സത്യം സത്യമായിട്ട് തന്നെ പ്രസംഗിക്കണം, സത്യം സത്യമായിട്ട് തന്നെ പറയണം. മറ്റുള്ളവരുടെ രക്തം നമ്മുടെ കൈകളിൽ ഉണ്ടാവാൻ പാടില്ല. Here is 2 ways. Here are 2 ways. It is for you to choose which one you want.
There is a broad way that will take you to hell. There is a narrow way that will take you to eternal life. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. Our eternal destiny depends upon our choice. നമ്മുടെ നിത്യത നാം ഏത് തീരുമാനിക്കുന്നുവോ, ഏത് വഴി ഏറ്റെടുക്കുന്നുവോ അതിൽ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ രാത്രി ആ വചനം നമ്മൾ വീണ്ടും കേട്ടു. To get into the kingdom of God is too hard. സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഏറ്റവും പ്രയാസമുള്ളത്, സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നാൽ ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, സ്തോത്രം, എത്ര സന്തോഷത്തോടെ ആ വഴി അനേക ഭക്തന്മാർ തിരഞ്ഞെടുത്തു. കാരണം അവർ സ്വന്തം ജഡത്തിലും സ്വന്തം ബലത്തിലുമല്ല ആശ്രയിച്ചത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ കൃപയെ പകർന്നു. ആ വഴി തിരഞ്ഞെടുക്കുവാനും ആ വഴിയിലൂടെ നടക്കുവാനും. എന്നെ കേൾക്കുന്ന സഹോദര, യേസ് എന്നൊരു വാക്ക് കർത്താവിന്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളല്ല ചെയ്യേണ്ടത്, കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യും. കർത്താവ് തന്റെ ബലത്തെ നമ്മുടെ മേൽ പകർന്ന് നമുക്ക് കഴിയാത്തതിനെ നമ്മളിലൂടെ ദൈവം സാധിച്ചെടുക്കും. പക്ഷേ ഹി വോണ്ട്സ് അവർ കൺസെന്റ്. നമ്മുടെ സമ്മതം അവന് വേണം. നമ്മുടെ സമ്മതം. അതേ കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയോട് കൂടെ അങ്ങയുടെ അപ്പോസ്തലന്മാർ നടന്ന വഴിയിലൂടെ ഈ നൂറ്റാണ്ടുകളിലായി ഞങ്ങളുടെ ഭക്തന്മാരും ഭക്തകളും യാത്ര ചെയ്ത ആ ഇടുക്കുവാതിലൂടെ നടക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമേ. അങ്ങയുടെ ബലം എനിക്ക് തരണമേ. എൻ്റെ മാനുഷിക ബലത്തിൽ എനിക്കത് കഴിയില്ല കർത്താവേ. ഞാൻ ബലഹീനനാണ്, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഞാൻ ദുഃഖിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ബലം അവിടെ നമ്മുടെ മേൽ കൽപ്പിച്ചാക്കും. അവിടെ നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തും. നിത്യതയിലെത്തുവോളം അവിടുത്തെ കരം നമ്മളെ താങ്ങി നടത്തും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.